ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പൈനാപ്പിൾ കൊണ്ടൊരു അച്ചാറുണ്ടാക്കാം. പൈനാപ്പിളും കൂടെ ഈത്തപ്പഴവും. ഞാനിവിടെ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നന്നായി വൃത്തിയായി കഴുകിയിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവും പുളിയും മധുരവും മിക്സ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള അറിയില്ല, എങ്കിലും പൈനാപ്പിൾ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച്, നല്ലെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് ഇതാ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഒരു വെള്ള കളറ് ആയി വരും. ഒരു പച്ച കളറ് മാറിയൊരു വെള്ള കളറായി മാറുമ്പോൾ നമുക്കതിൽ മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ, ഞാനിവിടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ആവട്ടെ. കുറച്ച് സിർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സിർക്ക എന്ന് പറയുന്നത് വിനാഗിരിയാണ് നമ്മൾ സിർക്ക എന്ന് പറയുന്നത്. ഇപ്പം മസാല കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തിലേക്കും ആക്കി കൊടുക്കാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയ മെനക്കേടൊന്നുമില്ല. പെട്ടെന്ന് കഴിയും, നല്ല ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിച്ചാൽ മാത്രം മതി. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മധുരവും എരിവും പുളിയും ഒക്കെയുള്ള പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.